വനംവകുപ്പ് വൈദ്യസഹായമൊക്കെ ലഭ്യമൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നം, ആനയുടെ ഏതെങ്കിലും രീതിയിലൊരു മൂവ്മെൻറ്റ് ഉണ്ടായാൽ മാത്രമേ അങ്ങോട്ട് കടക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പെട്ടെന്നൊക്കെ ആന ആഞ്ഞു വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. വലിയ അപകടം ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താണ്? ശരിക്കും ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താ വെച്ചാലേ, ഇപ്പൊ അവസ്ഥ നമുക്ക് ഒരു കാര്യങ്ങളും പുറത്ത് വലസാൻ പറ്റില്ല. അപകടമൊന്നുമില്ല, ജീവൻ പോയില്ല, ക്ഷീണം കൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ ആ കാല് പതുക്കെ ഒരു കാല് വലിച്ചിട്ട് പുറത്തേക്ക് ആൾക്ക് എടുക്കാൻ ഞാൻ അടുത്ത കാലം ചവിട്ടി കയറി പോരാൻ പറ്റും. അപ്പോൾ ഇനി ഒരു മൂന്നാമത്തെ ഒരു കാലും കൂടിയും ഫ്രീ ആയി കഴിഞ്ഞാൽ നാലാമത്തെ ഉള്ളിൽ പെട്ടാലും വലിച്ചു പോരാന്ന് അല്ലേ? ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഈ കാല് എവിടേക്കാ പോയെന്ന് അറിയില്ലല്ലോ. സുജയ്, അതാണ് പ്രശ്നം. അതായത് ഈ മറ്റൊരു കാലിന്റെ ഭാഗം ഈ മണ്ണും കല്ലും കൂടി കിടക്കുന്നതുകൊണ്ട് ആ കാലിന്റെ ഭാഗം എവിടെയാണെന്ന് വ്യക്തമായിട്ട് കണ്ടെത്താൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. അല്ല, വലിയ രീതിയിൽ റഫായിട്ടൊന്നും JCB ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ. ആനയുടെ കാലിലൊക്കെ മുറിവ് പറ്റിയാൽ അത് വലിയ പ്രയാസം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നതുകൊണ്ടാണ് സമയമെടുക്കുന്നത്. അല്ലെങ്കിൽ നേരത്തെ തന്നെ പോരേണ്ടത്. മാത്രമല്ല, സുജയ നേരത്തെ പറഞ്ഞ പോലെ വളരെ ക്ഷീണിച്ചിരിക്കുന്നു. അതിൻ്റെ മുഖം കണ്ടില്ലേ, കണ്ണ് കണ്ടില്ലേ അതിൻ്റെ. അതോടൊപ്പം തന്നെ ആ തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ അത് ക്ഷീണം കൊണ്ടാണ് എന്നതാണ് വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒരു പക്ഷേ മൂന്നാമതൊരു കാൽ കൂടി ആ മണ്ണിൻ്റെയും കല്ലിൻ്റെയും പിടുത്തത്തിൽ നിന്നും കടന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഒരു സംശയവുമില്ല, പെട്ടെന്ന് തന്നെ ആനയ്ക്ക് പുറത്ത് കടക്കാനാകും. അതിനുവേണ്ടിയുള്ള മൂന്നാമതൊരു കാല് എത്രയും പെട്ടെന്ന് റിലീസാക്കുക എന്നതാണ് ഇപ്പോൾ ആ JCB കൊണ്ട് ചെയ്യുന്നത്. അതേസമയം അവിടെ കുടുങ്ങിക്കിടക്കുന്നത് പോലെയുണ്ട്. കാരണം താഴെ കല്ലുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ആ ഒരു കല്ലിന്റെ പുറത്താണ് അത് കിടക്കുന്നത്. ആന അതിന്റെ ഇടത്തെ മുൻകാൽ ഉപയോഗിച്ചുകൊണ്ട് തോണ്ടി പുറത്തെടുക്കാൻ നോക്കുന്നത് അതിന്റെ പിന്നിലെ കാലാണ്. അതെ സുജയ, അത് മുന്നോട്ടായുന്നുണ്ട്. പിൻകാല് കുടുങ്ങിക്കിടക്കുകയാണ്. ഒരു പ്രതീക്ഷ പിൻകാല് കുടുങ്ങിക്കിടക്കുകയാണ്. ജെയ്സൺ, താഴത്തെ വലത്തെ പിൻകാൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതുകൂടി റിലീസായാലേ ആനയ്ക്ക് എഴുന്നേറ്റ് വരാൻ കഴിയുകയുള്ളൂ. വനമന്ത്രി AK ശശീന്ദ്രൻ നമുക്കൊപ്പം ഉണ്ട്. ശ്രീ AK ശശീന്ദ്രൻ, പാലപ്പള്ളിയിൽ ആ ആനക്കുട്ടി കിടക്കുന്നത് കണ്ട് അതിൻ്റെ ഒരു വിഷമം കൊണ്ട് വിളിച്ചതാണ് താങ്കളെ. വൈദ്യസഹായമൊക്കെ നൽകേണ്ടി വരുമായിരിക്കും, കാരണം കുറേ സമയമായി ആന ഈ കിടപ്പ് കിടക്കുകയാണ്. അതെ, അത് വളരെ കാഴ്ചയിൽ വളരെ സങ്കടകരമായ ഒരു കാര്യമാണത്. ഒരു ഓമനത്വമുള്ള ആനക്കുട്ടിയാണത്. അതിനെ രക്ഷിക്കുക എന്നതാണ് വനംവകുപ്പിന്റെ മുമ്പിലുള്ള കടമ. ആ കടമ നിർവഹിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും ഇപ്പോൾ ഊർജിതമായി അവിടെ നടന്നു വരുന്നുണ്ട്. ഇനിയും എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ കൂടുതൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരോട് അവിടെ വന്ന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഏതായാലും ആനക്കുട്ടിയുടെ ജീവൻ രക്ഷിക്കുക, അതിന്റെ ആരോഗ്യം സംരക്ഷിക്കുക എന്നതിനാണ് ഇപ്പോൾ മുഖ്യ പ്രാധാന്യം നൽകിക്കൊണ്ട് വനംവകുപ്പ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ ആന അതിന് പറ്റുന്ന രീതിയിലൊക്കെ അനങ്ങുകയും ഒക്കെ ചെയ്ത് ഈ രക്ഷാപ്രവർത്തനത്തിനോട് പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട്. പക്ഷേ 2-3 മണിക്കൂർ വലിയ പ്രതീക്ഷയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്കുള്ളത്. എന്തായാലും ആന പുറത്ത് സുരക്ഷിതമായി വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ശരി, വളരെ നന്ദി ശ്രീ AK ശശീന്ദ്രൻ. വനമന്ത്രിയാണ് പ്രതികരിച്ചത്. ജെയ്സൺ, കുറച്ചുകൂടി പ്രതീക്ഷയുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ഇപ്പോൾ. ഇത് കാലല്ലേ, അതിങ്ങനെ ശരിയണല്ലേ ഇനി വേഗം. സുജയ, കേൾക്കുന്നുണ്ടോ? ജെയ്സൺ പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ സുജയ? കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ ഏകദേശം എണീക്കാനായുള്ള ശ്രമം നടത്തും. ഇപ്പോൾ 3 കാലുകൾ റിലീസായി കഴിഞ്ഞു. ഇനി പതുക്കെ ഒരു പുഷ് മതി. ഒരു കാല്, നാലാമത്തെ കാലിൻ്റെയും ഭാഗത്ത് ഏകദേശം മണ്ണൊക്കെ കുറേശ്ശെ നീങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് മലന്നു പോയി എന്നതാണ് ഒരു വിഷയം. അതിനെ പതുക്കെ JCB ഉപയോഗിച്ച് അതിന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 3 കാലുകൾ റിലീസായി. നാലാമത്തെ കാല് കൂടി ഒന്ന് റിലീസാവേണ്ട. നാലാമത്തെ കാലിൻ്റെ ഭാഗത്തെ മണ്ണ് ഏകദേശം
ഫ്രീ ആയി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നം അത് ക്ഷീണിച്ച് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം 3 കാലുകൾ 4ാമത്തെ കാലിനെ പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ആനക്കുട്ടി തന്നെ അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമവും അതിന് രക്ഷപ്പെടാനുള്ള 4 കാലുകളും പുറത്തു കഴിഞ്ഞു. ആന പക്ഷേ കമന്ന് കിടക്കുകയാണെന്ന് അത് കമന്ന് കിടക്കുന്നതിന് സ്വയം എണീക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇപ്പോൾ 4 കാലുകളും ഫ്രീ ആയി കഴിഞ്ഞു. പക്ഷേ കഴിഞ്ഞ കുറേ നേരമായി കിടന്നതിൻ്റെ ക്ഷീണം ആനക്കുട്ടിക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് തല ഉയർത്താൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മസ്തകം ഉയരുക എന്നതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. മസ്തകം സ്വയം ഉയർത്താനായിട്ട് ആനക്കുട്ടി ശ്രമിക്കുന്ന 4 കാലുകളും ഫ്രീ ആയി. മറ്റ് അപകടാവസ്ഥകളെല്ലാം ഇപ്പോൾ തരണം ചെയ്തിട്ടുണ്ട്. ഇനി സ്വയം മസ്തകം ഉയരണം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആനക്കുട്ടി നടത്തുന്നു. പക്ഷേ ക്ഷീണം ആനക്കുട്ടിക്ക് ഉണ്ട്. ഇപ്പോൾ മണ്ണൊക്കെ നീക്കി കഴിഞ്ഞു, വളരെ ഫ്രീ ആയി കഴിഞ്ഞു. ഇനി ആന സ്വയം ആനയ്ക്ക് ചവിട്ടാനായിട്ട് JCBയുടെ ഇത് വെച്ചു കൊടുക്കുകയാണ്. JCBയിൽ ചവിട്ടി നമ്മളും പറയുന്നുണ്ട് പതുക്കെ. JCBയിൽ ചവിട്ടിയാൽ എളുപ്പത്തിൽ ആനയ്ക്ക് ഒരു സപ്പോർട്ട് കിട്ടും. ആ JCBയുടെ കപ്പ് ഒന്ന് താത്തി കൊടുത്തോളൂ. അപ്പോൾ അതിൽ ചവിട്ടി കയറാം. ആ JCBയുടെ കപ്പ് യെസ് ആ JCBയുടെ കപ്പ് പോയി. JCBയുടെ കപ്പിൽ ചവിട്ടി അയാൾ പെട്ടെന്ന് കയറാൻ കഴിയും. പക്ഷേ നാം വാക്കുകൾ കൊണ്ട് പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. ആന സ്വയം എഴുന്നേൽക്കാനായിട്ടുള്ള ശ്രമം നടന്നു. പക്ഷേ ഇപ്പോൾ ഒരു പ്രശ്നം, മസ്തകം ഉയർത്താൻ കഴിയുന്നില്ല. കാരണം അതൊരു ചെറിയ വളഞ്ഞാണ്, കഴുത്ത് വളഞ്ഞു കിടക്കുകയാണ് എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നം. ഇനി അവിടെ നിന്നും JCBയുടെ കപ്പ് ഉപയോഗിച്ച് ഒരു സപ്പോർട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ എണീക്കാൻ കഴിയും. എന്താ